ബുദ്ധിയെന്നൊന്നും പറയാൻ പറ്റില്ല. എന്താ ആ സമയത്ത് തോന്നിയ ഒരു സംഭവം, എനിക്കതൊന്ന് ചെക്ക് ചെയ്യാൻ തോന്നി. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എൻ്റെ പൈസ ഒന്നും അങ്ങനെ നഷ്ടപ്പെടാറില്ല. നിങ്ങൾ ഒരുപാട് ആൾക്കാർ എന്നെ പറ്റിക്കാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ ഞാൻ ആർക്കും പറ്റിക്കപ്പെടാനുള്ള അവസരമൊന്നും ഞാൻ ഉണ്ടാക്കി കൊടുക്കില്ല. ഞാൻ നന്നായിട്ട് ചെക്ക് ചെയ്യും. നിങ്ങൾ സ്വപ്നത്തെ പോലും പ്രതീക്ഷിക്കില്ല നിങ്ങൾ ഇങ്ങനെയൊക്കെ പറ്റിക്കപ്പെടുന്നുണ്ടെന്ന്. നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പൈസ പോകുന്ന വഴി നിങ്ങൾ പോലും അറിയില്ല. അയാൾ എന്നെ ഒന്നിങ്ങനെ നോക്കിയിട്ടോ, അവിടെ കള്ളി കണ്ടുപിടിച്ചല്ലോ എന്നായിരിക്കും ഒരു പക്ഷേ മനസ്സിൽ വിചാരിക്കുന്നത്. തരുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരമാവും. അതുകൊണ്ട് തീർച്ചയായും ഈ വീഡിയോ അവസാനം വരെ കാണണമെന്ന്. ഒരു ദിവസം നിങ്ങളെ എത്രമാത്രം പറ്റിക്കപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾ ഓർക്കാറുണ്ടോ? ശ്രദ്ധിക്കേണ്ട ആവശ്യം ഇപ്പം നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. ഓരോ കടയിൽ പോകുമ്പോഴും നമ്മൾ എന്ത് സാധനങ്ങൾ വാങ്ങുമ്പോഴും അതിൻ്റെ ബില്ല് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ നമ്മൾക്ക് എത്രമാത്രം നമ്മൾ പല സ്ഥലത്ത് നിന്നും പറ്റിക്കപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാവുള്ളൂ. ഞാനൊരു ഉദാഹരണം പറയാം. എനിക്ക് പറ്റിയ അബദ്ധങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആദ്യമായി കണ്ടുപിടിച്ചത്. ഞാനൊരു ബേക്കറിയിൽ പോയി സ്വീറ്റ്സ് വാങ്ങി. ഏകദേശം നമ്മൾ 1/2 കിലോന് എത്ര രൂപയാണ്, അല്ലെങ്കിൽ 1/4 കിലോന് എത്ര രൂപയാണ് ഇന്ന ഐറ്റം എന്ന് ചോദിച്ചറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്നാൽ ഇതാ ഇത്ര എടുക്കട്ടെ അത്ര എടുക്കട്ടെ എന്ന് നമ്മൾ പറയുക. ഇതെല്ലാം ആ കുട്ടി ഒരു പെൺകുട്ടിയായിരുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. അതെന്തൊരു വെക്കേഷൻ സമയത്ത് വന്ന് നിന്നതാണ് കേട്ടോ. അവസാനം ഞാൻ ബില്ല് ആ കുട്ടി ടോട്ടൽ എടുത്ത് തന്നപ്പോൾ ഞാനൊരു 300 രൂപയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുള്ളൂ. കാരണം എനിക്ക് കണക്ക് കൂട്ടുമ്പോൾ നമ്മൾക്ക് അറിയാലോ ഇത്ര രൂപയാണ്. നമ്മൾ ഓരോ ഐറ്റംസ് എടുക്കുമ്പോഴും ഇത്ര രൂപയായി എന്നൊക്കെ ഞാൻ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ആ കുട്ടി ടോട്ടൽ ഇട്ട് എനിക്ക് ബില്ല് തന്നപ്പോൾ അത് ഒരു 500-ൽ കൂടുതലായിരുന്നു. അപ്പം ഞാൻ സംശയിച്ചു, 500 രൂപയൊക്കെ കൂടുതലായോ? ഇത്രയും ഐറ്റംസ് ഒന്നും എനിക്ക് ഇത്രയും വിലയ്ക്ക് ഞാൻ വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇതെങ്ങനെ ഇത്രയും രൂപയായതെന്ന് പറഞ്ഞ് ഞാനൊന്ന് ചെക്ക് ചെയ്തു കേട്ടോ. ബില്ല് ചെക്ക് ചെയ്തപ്പോൾ ആ കുട്ടി പറഞ്ഞ പ്രകാരം ഇത്ര രൂപ, 1/4 കിലോ ഇത്ര രൂപ, അല്ലെങ്കിൽ ചിപ്സ് ഇത്ര രൂപ, അതെല്ലാം ഓക്കെ ആയിരുന്നു. പിന്നെ ഇവിടെ തെറ്റി. ഞാൻ ടോട്ടൽ നോക്കിയപ്പോണ്ട് 200 രൂപയിലധികം കൂടുതൽ. ആ കുട്ടി മാനുവലായിട്ട് കണക്ക് കൂട്ടിയതാണ്, അല്ലാതെ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കൂട്ടിയതൊന്നുമല്ല. അന്ന് ഞാനത് നോക്കാതെ ആ പൈസ കൊടുത്തിട്ട് വന്നതായിരുന്നെങ്കിൽ എനിക്ക് എത്ര രൂപ നഷ്ടമാവുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. മനുഷ്യനാണ്, ആ കുട്ടി വേണമെന്ന് വെച്ച് ചെയ്തതായിരിക്കില്ല ഒരു പക്ഷേ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ എത്ര പേര് ആ കുട്ടി, നമ്മൾക്ക് തന്നെ അബദ്ധങ്ങൾ പറ്റൂലേ? നമ്മളൊക്കെ ചിലപ്പോൾ ടോട്ടലൊക്കെ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ അബദ്ധങ്ങൾ പറ്റാം. അങ്ങനെ പറ്റിയിരുന്നെങ്കിൽ പൈസ പോകുന്നത് നമ്മളുടെ അല്ലേ, 10-5 രൂപയല്ല, 200 രൂപയിൽ കൂടുതലാണ് അന്ന് എനിക്കത് ആ ബില്ല് ഞാൻ ചെക്ക് ചെയ്തില്ലെങ്കിൽ എനിക്ക് നഷ്ടപ്പെട്ടത്. അതുപോട്ടെ, ആ കുട്ടിയോട് പറഞ്ഞു വീണ്ടും ടോട്ടൽ നോക്കി കറക്റ്റായിരുന്നു, ഞാൻ പറഞ്ഞ ടോട്ടലായിരുന്നു കറക്റ്റ്. ആ കുട്ടി സോറി പറഞ്ഞു, പിന്നെ പോട്ടെ എന്ന് വിചാരിച്ചു. അറിഞ്ഞുകൊണ്ടായിരിക്കില്ല ചിലപ്പോൾ. പിന്നെ ഞാൻ പോയത്, ഒരു ഭാഗത്ത് പോയപ്പോൾ ഞാനും എൻ്റെ മക്കളും വേറെ 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരും കൂടി ഒരു സിനിമയൊക്കെ കഴിഞ്ഞ് ഒരു ഹോട്ടലിൽ കയറി ബിരിയാണി ഓർഡർ ചെയ്തു. അപ്പോൾ എനിക്ക് പ്ലെയിൻ ബിരിയാണി, റൈസ് മാത്രം മതിയെന്നാണ് ഞാൻ അവരോട് പറഞ്ഞത്. മക്കൾ 2 പേരും, ഒരാൾ ചിക്കൻ ബിരിയാണി വാങ്ങി, ഒരാൾ എഗ് ബിരിയാണി വാങ്ങി, അവരും അതുപോലെ എഗ് ബിരിയാണി എന്തോ വാങ്ങി. പക്ഷേ 2 റൈസാണ് കേട്ടോ വാങ്ങിയത്. 2 റൈസാണ് വാങ്ങിയത്, പ്ലെയിൻ റൈസ്, അതായത് ബിരിയാണി റൈസ്. അവസാനം ബില്ല് വന്നു. എനിക്കിത് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ ഇതിന് ശേഷം എവിടെ പോയാലും ബില്ല് നോക്കും, ടോട്ടൽ നോക്കും. ഞാൻ വാങ്ങിയ ഐറ്റംസ് ആണോ അതിലുള്ളത്, അത്രയും രൂപയാണോ അതിലുള്ളത്, അതിൻ്റെ ഗ്രാൻഡ് ടോട്ടൽ ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ ഈ ബില്ല് വന്നു. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സപ്ലയർ കൊണ്ടുവന്ന് തരുമല്ലോ. ഞാൻ ടോട്ടൽ നോക്കി, 2 ബിരിയാണി റൈസാണ് ഞാൻ പറഞ്ഞത്, ബാക്കിയുള്ളവരുടെയൊക്കെ കറക്റ്റായിരുന്നു. ആ 2 ബിരിയാണി റൈസല്ല അവിടെ എഴുതിയിരിക്കണത്. 2 ചിക്കൻ ബിരിയാണി ആരോ എന്ത് വാങ്ങിയിട്ടുണ്ട്, അതിൻ്റെ കൂടെ ഈ 2 ബിരിയാണി റൈസിന് അവർ ബിരിയാണിയിൽ അടിച്ചു. പൈസ എത്ര ഡിഫറൻസാണ് വരുന്നത്. അങ്ങനെ ഞാൻ അത് പക്ഷേ കമ്പ്യൂട്ടർ ബില്ലായിരുന്നു കേട്ടോ. ഞാൻ മാനേജറുടെ അടുത്ത് പോയി, അവിടെ ചെക്ക് ചെയ്യുന്ന ഈ ക്യാഷിൽ ഇരിക്കുന്ന ആളോട് പറഞ്ഞു,
2 പ്ലെയിൻ റൈസാണ് ഞാൻ വാങ്ങിയത്. ബിരിയാണി റൈസാണ് ഞാൻ വാങ്ങിയത്. ഇതെങ്ങനെയാണ് ബില്ല് വന്നത്? അതങ്ങനെ സംഭവിച്ചു. അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ അവർ സപ്ലയറോട് ചോദിച്ചിട്ട് അത് കറക്റ്റാക്കി തന്നു. പിന്നെ അതേപോലെ തന്നെ പിന്നെ ഒരു പ്രാവശ്യം ഹോട്ടലിൽ പോയപ്പോഴും എന്തോ വാങ്ങി കഴിച്ചു. ടോട്ടലിൽ എനിക്ക് ഇത്ര വരില്ലല്ലോ എന്നൊരു ടോട്ടൽ നോക്കിയപ്പോൾ ടോട്ടൽ കൂടുതലാണ്. അല്ലാതെ ആ ഐറ്റം എല്ലാം കറക്റ്റാണ്. ഇപ്പോൾ ബിരിയാണിക്ക് അന്ന് 120 രൂപ, ഒരു ബിരിയാണിക്ക് 120 രൂപയാണെങ്കിൽ 3 ബിരിയാണി അല്ലെങ്കിൽ പിന്നെ ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ ഒരു ചില്ലി ചിക്കൻ എല്ലാം കൂടി ടോട്ടൽ നോക്കുമ്പോൾ അത് കറക്റ്റാണ് അവർ എഴുതിയിരിക്കുന്നത്. നമ്മൾ മെനു കാർഡ് നോക്കിയിട്ടാണല്ലോ ഓർഡർ ചെയ്യുക. അപ്പോൾ അതെല്ലാം അത് കറക്റ്റായിരുന്നു. പക്ഷേ ഗ്രാൻഡ് ടോട്ടൽ നോക്കിയപ്പോൾ നല്ല വ്യത്യാസം പറഞ്ഞാൽ ഒരു 100-150 രൂപയുടെ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ പിന്നെ അവിടെ ഇരിക്കുന്ന ആളോട് പോയി ചോദിച്ചു, കൗണ്ടറിൽ ഇരിക്കുന്ന ആളോട് ചോദിച്ചു, ബില്ല് തന്ന ആളോട്, ഇതെങ്ങനെയാണ് ഈ ഗ്രാൻഡ് ടോട്ടൽ? കമ്പ്യൂട്ടറല്ലേ, ഇപ്പം നമ്മൾ മാനുവലായിട്ട് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ സ്വയം കണക്ക് കൂട്ടി എഴുതുന്നതാണെങ്കിൽ ഒരു പക്ഷേ തെറ്റ് പറ്റാം. കമ്പ്യൂട്ടറിൽ ഗ്രാൻഡ് ടോട്ടൽ എങ്ങനെയാണ് തെറ്റ് പറ്റുന്നത് എന്ന് ചോദിച്ചപ്പോൾ അയാൾ എന്നെ ഒന്നിങ്ങനെ നോക്കിയിട്ടോ. നമ്മുടെ കളി കണ്ടുപിടിച്ചല്ലോ എന്നായിരിക്കും ഒരു പക്ഷേ മനസ്സിൽ വിചാരിക്കുന്നത്. അയാൾ ഒരു നിമിഷം എന്നെ ഇങ്ങനെ നോക്കി, ഒന്നും പറഞ്ഞില്ല കേട്ടോ. അത് കറക്റ്റായിട്ട് ബില്ല് ടോട്ടൽ വേറൊരു ബില്ല് അടിച്ചു തന്നു. അതെനിക്ക് എത്ര കറക്റ്റായിട്ട് ഓർമ്മയില്ല എന്ത് ചെയ്തു എന്നുള്ളത്. ആ പൈസ മാത്രം ഞാൻ കൊടുത്തു. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പലർക്കും ഈ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടാവും. കാരണം നമ്മൾ ഒരു ദിവസം ഒരു പച്ചക്കറി കടയിലോ അല്ലെങ്കിൽ ഒരു ബേക്കറിയിലോ അല്ലെങ്കിൽ ഒരു ഹോട്ടലിലോ എന്ന് വേണ്ട പല സ്ഥലത്തും നമ്മൾ കയറാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ പല സാധനങ്ങളും വാങ്ങും. ആ വാങ്ങിയ സാധനങ്ങൾ എല്ലാം നിങ്ങൾ വാങ്ങിയതിന് പ്രകാരമുള്ള എമൗണ്ട് ആണോ ഉള്ളത്? അതിൻ്റെ ടോട്ടൽ കറക്റ്റാണോ? നിങ്ങൾ വാങ്ങിയ അതേ അളവിൻ്റെ കണക്കാണോ അവർ എഴുതിയിരിക്കുന്നത്? ഇത് എത്ര പേര് ചെക്ക് ചെയ്തിട്ടുണ്ട്? നിങ്ങളങ്ങനെ ചെക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഇനി മുതൽ നിങ്ങൾ ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോഴും നിങ്ങൾ ആ ബില്ല് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന അബദ്ധങ്ങൾ പലർക്കും ഉണ്ടാവും. എന്നും പറ്റണമെന്നില്ല, പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് പ്രാവശ്യം പറ്റിയിട്ടുണ്ടാവും. ഇനിയും നിങ്ങൾ പറ്റും. ചിലവർ വേണമെന്ന് വെച്ചിട്ട് കണക്ക് തെറ്റിക്കുന്നതാണ്. ചിലവർ അറിയാതെ തെറ്റിക്കുന്നവരുണ്ടാവും. ഈ അറിയാതെ തെറ്റിക്കുമ്പോൾ അത് വല്ലപ്പോഴൊക്കെ സംഭവിക്കുള്ളൂ. പക്ഷേ അറിഞ്ഞുകൊണ്ട് പറ്റിക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്, പല ഷോപ്പിലും ഉണ്ട്. എനിക്ക് അനുഭവമാണ്. ഞാനതെല്ലാം കണ്ടുപിടിച്ചിട്ടുമുണ്ട്, പൈസ തിരിച്ച് വാങ്ങിയിട്ടുമുണ്ട്. ഇങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരുപാട് പൈസ സേവ് ചെയ്യാൻ പറ്റും. എത്ര ആൾക്കാരായിരിക്കും പിന്നെ പറ്റിക്കപ്പെടുന്നവർ. ഇത് എല്ലാം അറിയാതെയാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഇതൊക്കെ മനഃപൂർവ്വം. ഈ ഗ്രാൻഡ് ടോട്ടലിൻ്റെ കാര്യം ഉറപ്പാണ്. മറ്റതും പോട്ടെ, ഞാൻ വിചാരിക്കുക അവരറിയാതെ 4 ബിരിയാണി പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ പ്ലെയിൻ റൈസ് എന്ന് പറയാൻ, ബിരിയാണി റൈസ് എന്ന് പറയാൻ അവർക്ക് ഓർമ്മയുണ്ടാവില്ല. പെട്ടെന്ന് എന്തെങ്കിലും കുറേ തിരക്കുള്ളതല്ലേ ബിരിയാണി എന്ന് പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ പൈസ പോകുന്നത് ആരുടെയാണ്? നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. അവർക്ക് 100 തിരക്കാണ്, പക്ഷെ ശ്രദ്ധിക്കേണ്ടത് നമ്മളാണ്. അപ്പോൾ നമ്മൾക്ക് പൈസ സേവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഇതുപോലെ പല സമയങ്ങളിലും പല ഷോപ്പിൽ നിന്നും എനിക്ക് ഒരുപാട് പിന്നെ എന്നെ പറ്റിക്കാൻ അവർ നോക്കിയിട്ടുണ്ട് കേട്ടോ. പർപ്പസായിട്ട് പറ്റിക്കുന്നവരുണ്ട്. അതെല്ലാം ഇനിയും വരുന്ന വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. ഇത് കൂടുതലെല്ലാം പറയാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോ ലെങ്തി ആയിട്ട് പോകും. ഇനി ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർ എന്നെ പറ്റിക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ആർക്കും പറ്റിക്കപ്പെടാനുള്ള അവസരമൊന്നും ഞാൻ ഉണ്ടാക്കി കൊടുക്കില്ല. ഞാൻ നന്നായിട്ട് ചെക്ക് ചെയ്യും. കാരണം നമ്മൾ ചുറ്റും പറ്റിക്കപ്പെടാൻ ഇഷ്ടം പോലെ പറ്റിക്കാൻ ആൾക്കാർ റെഡി ആയിട്ട് നിൽക്കണം. നമ്മൾ ഒരിക്കലും വിഡ്ഢികളായി വരരുത്. നമ്മൾ എപ്പോഴും കോൺഷ്യസ് ആയിരിക്കണം. പിന്നെന്താ പറയുക, അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ചെയ്യേണ്ടത് ഏതൊരു ഷോപ്പിൽ പോയാലും ഏതൊരു ഹോട്ടലിൽ പോയാലും നിങ്ങൾ വാങ്ങിയ ബില്ല്, നിങ്ങൾ വാങ്ങിയ സാധനങ്ങളുടെ അതേ റേറ്റാണോ അതിലിട്ടിരിക്കുന്നത്. നിങ്ങൾ ആ ഓരോ ചിലപ്പോൾ നിങ്ങൾ 1/2 കിലോ ആയിരിക്കാം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 1 കിലോൻ്റെ റേറ്റ് അവരിടും. മനസ്സിലായില്ലേ? പിന്നെ ഗ്രാൻഡ് ടോട്ടലിൽ വ്യത്യാസം വരാം. അപ്പോൾ കമ്പ്യൂട്ടർ ബില്ലാണെങ്കിലും ഗ്രാൻഡ് ടോട്ടലിൽ വ്യത്യാസം വരുന്നുണ്ട്. അങ്ങനെയാണല്ലോ ഞാൻ ഹോട്ടലിലെ കാര്യം എനിക്ക് അതിശയം തോന്നിയത്. എങ്ങനെയാണ് ഗ്രാൻഡ് ടോട്ടലിൽ വ്യത്യാസം വന്നതെന്ന് എനിക്ക് ഇപ്പോഴും ഒരു പിടിയില്ല. അതെങ്ങനെ ചെയ്യാൻ പറ്റി?
ഗ്രാൻഡ് ടോട്ടൽ കമ്പ്യൂട്ടർ വന്നതിൻ്റെ ഇയാൾ ഗ്രാൻഡ് ടോട്ടൽ കമ്പ്യൂട്ടർ പിന്നെ അടിച്ചു കൊടുക്കുമ്പോൾ ടോട്ടൽ കറക്റ്റായി വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ അയാൾ അവിടെ എഡിറ്റ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. അല്ലാതെ എങ്ങനെ വരാൻ സാധ്യത എനിക്കറിയില്ല. അപ്പോൾ എങ്ങനെയൊക്കെ പൈസ പോകാൻ അവസരമുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. പല രീതിയിലും നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ പോകാനുള്ള അവസരങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക. പക്ഷെ ചുറ്റുമുള്ളവർ അങ്ങനെയല്ല. എങ്ങനെയെല്ലാം ആരെയെല്ലാം പറ്റിക്കാൻ പറ്റും എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവർ ചുറ്റുമുണ്ട്. അതിൽ നമ്മൾ തലവെച്ച് കൊടുക്കരുത്. നമ്മൾ ബ്രില്യൻ്റ് ആയിരിക്കണം, കോൺഷ്യസ് ആയിരിക്കണം. ശ്രദ്ധിച്ചോ, ഈ വീഡിയോ കണ്ടാൽ മുതൽ നിങ്ങൾ ഏത് ഒരു കടയിൽ പോയാലും നിങ്ങളുടെ ആ ബില്ല്, നിങ്ങൾ വാങ്ങിയ ബില്ല് ചെക്ക് ചെയ്യണം. ഗ്രാൻഡ് ടോട്ടൽ ചെക്ക് ചെയ്യണം. എല്ലാ സാധനങ്ങളും വാങ്ങിയ സാധനങ്ങൾ മുഴുവൻ നിങ്ങൾ എടുത്തിട്ടുണ്ടോ എന്ന് നോക്കണം. ചിലപ്പോൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ അബദ്ധങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ വരുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ എനിക്ക് പറയാൻ, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും ഈ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലെങ്തി ആയിട്ട് പോകും. അപ്പോൾ വരുന്ന വീഡിയോകളിൽ ഞാൻ എൻ്റെ അനുഭവങ്ങളെല്ലാം ഞാൻ പറയാം. അതിന് മുമ്പൊക്കെ ഞാൻ പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ ആ ബേക്കറിയിൽ വെച്ച് അന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറ്റിക്കപ്പെടാമായിരുന്ന ഞാൻ ബുദ്ധിയോ ഉപയോഗിച്ച്, ബുദ്ധിയെന്നൊന്നും പറയാൻ പറ്റില്ല, എന്തോ ആ സമയത്ത് തോന്നിയ ഒരു സംഭവം എനിക്കതൊന്ന് ചെക്ക് ചെയ്യാൻ തോന്നി. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എൻ്റെ പൈസ ഒന്നും അങ്ങനെ നഷ്ടപ്പെടാറില്ല. ഇപ്പോൾ എവിടെ പോയാലും ബില്ല് കംപ്ലീറ്റ് ചെക്ക് ചെയ്യും. എല്ലാ കാര്യങ്ങളും ഭയങ്കര ശ്രദ്ധയോടെ നമ്മൾ നിൽക്കണം. എടുക്കുന്ന സാധനം 1 കിലോ ആയിരിക്കും നമ്മൾ ഇടുക, പക്ഷെ അവർ 1 കിലോൻ്റെ റേറ്റ് ഇടും. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് നോക്കുക എല്ലാ കാര്യങ്ങളും. ഈ വരുന്ന വീഡിയോയിൽ ഞാൻ ഇനിയും എന്നെ പറ്റിക്കാൻ നോക്കിയ ആൾക്കാരുടെ പല കാര്യങ്ങൾ ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വല്ല അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക. അത് മറ്റുള്ളവർക്കും കൂടി പ്രയോജനമാകും. അവരത് ശ്രദ്ധിക്കും. എല്ലാവർക്കും പ്രയോജനമാവട്ടെ. ഓക്കെ, നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.